ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 8ൻ്റെ പണി കിട്ടിയ ഒരു 18ൻ്റെ പണി കിട്ടിയൊരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ. അപ്പോൾ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച് വരുന്ന ദിവസമായിരിക്കും നമുക്ക് ഇതുപോലത്തെ ഓരോ മുട്ടൻ പണികൾ വരുമല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ 8ൻ്റെ പണി കിട്ടിയതും 18ൻ്റെ പണി കിട്ടിയതും എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ്. പക്ഷേ ഞാൻ ലഞ്ചിൻ്റെ കാര്യങ്ങൾ മാത്രമായിട്ടേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു ഫുൾ ഡേ ലൈഫ് പോലെയല്ല കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഞാൻ രാവിലത്തെ കാണിച്ചിട്ടില്ല. രാവിലെ പിന്നെ ഫുള്ള് തിരക്കും പടി ഒരു ബഹളം ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് കാണിച്ചിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 10:00-ക്ക് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. സംഭവം ഞാൻ ആദ്യം തന്നെ മെഷീനിൽ തിരുമ്പാനുള്ളത് അവിടെ ഇട്ട് വെച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമ്മളത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാതും കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു സൗണ്ട് വന്നാൽ പിന്നെ നമ്മൾ എടുത്ത് ഉണക്കിയാൽ മാത്രം മതി. അത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അലക്കാട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കാറില്ല. പിന്നെ സൗണ്ട് വന്നാൽ എടുത്തിട്ട് ഉണക്കാറാണ് ഞാൻ ചെയ്യാറുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഏതായാലും അത് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ കിച്ചണിലേക്ക് വന്ന് ഉച്ചക്കലേക്കുള്ള ചോറും കറിയും അതിലേക്കുള്ള വേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഞാൻ കിച്ചണിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ ചോറ് വേവിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ചോറ് വന്നിട്ടുണ്ടെങ്കിൽ ആ കുക്കറിൽ തന്നെ കറി വെക്കാനാണ്. അപ്പോൾ ഒന്ന് കറി എന്ന് പറയുമ്പോൾ സാമ്പാറാണ്. നല്ല അസൽ തരികിട സാമ്പാറാണ്. ഉള്ള കഷ്ണങ്ങൾ മാത്രം വെച്ചിട്ടുള്ള ഒരു സാമ്പാർ റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ പോകാനുള്ള സമയം ഏകദേശം അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കേടന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം വാങ്ങിക്കുക. ബാക്കി വരുന്നത് കറി വെക്കുക, ഉപ്പേരി വെക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും അത് യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേസ്റ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ സാമ്പാർ വെക്കാൻ നേരത്ത് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി കാര്യങ്ങളൊക്കെ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സാമ്പാർ പൊടിയും കാര്യങ്ങളൊക്കെ ലാസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കാറ്. പുളിവെള്ളമൊക്കെ പറഞ്ഞതിന് ശേഷമാണ്. ഓരോരുത്തർക്ക് ഓരോ മെത്തേഡല്ലേ അല്ലേ. അത് ഏറ്റവും സിമ്പിൾ മെത്തേഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പല ടൈപ്പിലും ഞാനും സാമ്പാർ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എന്തായാലും സാമ്പാറിൻ്റെ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ അരിഞ്ഞിട്ടാണ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുക്കർ കാലിയായി കഴിഞ്ഞാൽ അതിലേക്ക് കറിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ പിന്നെ 2 ക്യാരറ്റും അതുപോലെ തന്നെ ബീട്രൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ചെറിയൊരു വറവ് പോലെ റെഡിയാക്കി എടുക്കാൻ വിചാരിച്ച്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് അതൊക്കെ കട്ട് ചെയ്തെടുത്ത് പിന്നെ പാൻ ചൂടാക്കാൻ വെച്ച് എല്ലാവരും കാട്ടുന്ന പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കണ്, കടുക് ഒഴിക്കണ്, പിന്നെ ഉപ്പേരിക്കുള്ള ഇടണ്, പിന്നെ മിക്സ് ചെയ്യണ്, അങ്ങനെ 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 ഇളക്കി കൊടുത്ത് സംഭവം ഉപ്പേരി അവിടെ റെഡിയാക്കാൻ വേണ്ടി മാറ്റി വെച്ച് ഇതാ ഏകദേശം സെറ്റായി കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ തേങ്ങ ഇട്ടുകൊടുത്താൽ നല്ല ടേസ്റ്റിൽ കൂട്ടാം. പിന്നെ നമ്മൾ എളുപ്പപ്പണി ആയതുകൊണ്ട് തേങ്ങ മാങ്ങിയൊന്നും ഇടാൻ പോണില്ല. അപ്പോൾ ഉപ്പേരി മാറ്റി വെച്ചിട്ടുണ്ട്. ഉപ്പേരി ആയി വന്നപ്പോൾ തന്നെ നമ്മളെ ചോറ് കുട്ടപ്പൻ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അസലായിട്ട് ചോറ് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ കുക്കറിൽ തന്നെ നമുക്ക് കറീനെ റെഡിയാക്കി എടുക്കണം. പിന്നെ നമുക്ക് ഉണക്കൽ വെള്ളത്തിട്ടക്കാണ്ട് ഉണക്കൽ പറഞ്ഞാൽ ഇവിടെ എവിടെയൊക്കെ ചവിട്ടി കുത്തി വരുന്ന ഉണക്കലാണെന്ന് ആർക്കും അറിയില്ല. നാട്ടിൽ തന്നെ വിശ്വസിച്ച് തിന്നാൻ പറ്റൂല. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ കാര്യം പറയും വേണ്ടല്ലോ. അപ്പോൾ എന്തായാലും കഞ്ഞിവെള്ളത്തിലൊക്കെ കുറച്ച് നേരം ഇട്ടിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഉണക്കലും അവിടെ ഇട്ടിട്ട് കുതിർക്കാൻ വേണ്ടി അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കോഴിമുട്ടൻ്റെ ഒരു ചെറിയ ചിക്കിയ സംഭവം ഉണ്ടാക്കാണ്ട്. കാരണം ഇവിടെ ഒരാൾ മീൻ കൂട്ടൂല. അപ്പോൾ ആ ആൾക്കുള്ള സ്പെഷ്യലാണ് കോഴിമുട്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോഴിമുട്ടയിൽ ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതുകൊണ്ട് ചിക്കി പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ മുട്ട വറവ് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. സംഭവം ഞാൻ മുട്ട ഫ്രൈ ചെയ്യാൻ സാധാ ഓംലെറ്റ് ഒക്കെ പോലെ അടിക്കാനാണ് വിചാരിച്ചത്. പക്ഷേ ചട്ടിയിൽ നിന്ന് കിട്ടാതായപ്പോൾ ഞാൻ വേഗം ചിക്കി പരത്തിയിട്ടൊരു സംഭവമാക്കിയെടുത്ത്. ഇനിയിപ്പോൾ സാമ്പാർ റെഡിയായി വരുമ്പോഴത്തേന് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതാണ്ട് കലക്കി പാർന്ന സംഭവം കഴിഞ്ഞില്ലൊക്കെ സെറ്റാക്കി വെച്ചാലേ. അപ്പം ഞാൻ പറഞ്ഞ 8ൻ്റെ 18ൻ്റെ മുട്ടമ്പണി കിട്ടിയ സംഭവമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വീടിൻ്റെ അകമാണ് ഗൈസ്. അകത്ത് എന്താണ് സംഭവിച്ചതെന്ന് കാണണ്ടേ. വാഷിംഗ് മെഷീൻ്റെ വേസ്റ്റ് വെള്ളം ഇടുന്ന പൈപ്പില്ലേ, അത് ഞാൻ ബാത്റൂമിൻ്റെ അകത്തേക്ക് ഇടാൻ മറന്നു ഗൈസ്. മറന്നത് കൊണ്ട് അത് ഫുള്ള് വെള്ളം അകത്തേക്കായി. അത്യാവശ്യം നല്ല ഇതിൽ വെള്ളം കൊള്ളു നിൽക്കുന്നത് തുടച്ചെടുത്തപ്പോഴാണ് മനസ്സിലായത്. കാണുമ്പോൾ നിസ്സാരക്കാരനാണെങ്കിലും സംഭവം തന്നതൊരു 18ൻ്റെ പണി തന്നെയാണ്. ഇത് കണ്ട മൊത്തം വെള്ളത്തിൻ്റെ അഭിഷേകമായിരുന്നു. എങ്ങനെയൊക്കെയോ ഒരു 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 ദിവസം കൊണ്ട് പോയി കിട്ടി പറഞ്ഞ മാതിരി കുറേ പണിയെടുത്ത് തുടച്ച് ഫുള്ള്. അതുകൊണ്ട് തുടക്കലും കാര്യങ്ങളൊക്കെ വേഗം കഴിഞ്ഞിട്ട് ആ ഒരു ഊക്കിൽ തന്നെ അതുകൊണ്ട് ചെയ്ത് തീർത്ത്. സംഭവം അടുക്കള വരെ വെള്ളം കളിയായി. പിന്നെ ഞാൻ കുറേയൊക്കെ തുടച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോ ഒക്കെ കാണിച്ചത്. ഫസ്റ്റ് കണ്ടില്ല വെള്ളം കളി. അത് മൊത്തം വൈപ്പർ ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ വെള്ളം നാട്ടിലത്തെ മാതിരി സിറ്റൗട്ടിൽ കൂടുതൽ തട്ടാനൊന്നും പറ്റാത്ത കാരണം മഫോണ്ട് തന്നെ തുടച്ചെടുക്കുക തന്നെ വേണ്ടി വന്ന്. അങ്ങനെ എന്തായാലും ഒരു 1.5 മണിക്കൂറിൻ്റെ പണി ഉണ്ടായിരുന്നു. ഫുള്ള് വെള്ളം. നമ്മൾ ബെഡും കട്ടിലുമേലല്ലല്ലോ നമ്മൾ കിടക്കുന്നത്. ബെഡ് താഴ്ത്തിട്ടിട്ട് അതുകൊണ്ട് തന്നെ ബെഡൊക്കെ നനയുമെന്ന് പേടിച്ചിട്ട് ആകെ സീൻ കോൺട്രയായി ഗൈസ്. അപ്പോൾ എന്തായാലും വെള്ളം വന്ന വെള്ളമൊക്കെ നമ്മൾ തുടച്ചെടുത്ത് വെള്ളപ്പൊക്കം വന്ന പോലെ ആയി ഗൈസ്. അങ്ങനെ
അതെല്ലാം മഫേറ്റൊക്കെ തുടച്ച് വൃത്തിയാക്കി ഫിനിഷാക്കി ഇട്ടു. അപ്പോഴേക്കും സാമ്പാറിൻ്റെ വിസിൽ വന്നു ഗൈസ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം, സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാമ്പാറിന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ സാമ്പാർ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം, നമ്മുടെ പുളി പിഴിഞ്ഞ് വെച്ച വെള്ളം നമ്മൾ ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ സാമ്പാർ വെക്കാം. ആദ്യം പുളിവെള്ളം ഒഴിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും വെച്ചെടുക്കാം. പക്ഷേ ആരുടെയൊക്കെയോ അന്ധവിശ്വാസം മൂലം ചേന വേവൂല, ചേമ്പ് വേവൂല എന്നൊക്കെ പറയുന്നത് കൊണ്ട് ലാസ്റ്റ് പുളിവെള്ളം പാർന്നിട്ട് സംഭവം സെറ്റാക്കി എടുക്കാറാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഉപ്പും മുളകും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യമില്ലാത്തതെല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യമില്ലാത്തത് പറഞ്ഞാൽ കുറവുള്ള സംഭവങ്ങൾ നമുക്ക് ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ടേസ്റ്റ് ബാലൻസ് ചെയ്യാം. അപ്പോൾ അതാ ഏകദേശം സാമ്പാറും റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും കുറച്ച് ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ സാമ്പാർ വറവിടലാണ്. വറവിടുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ മറ്റേ കറിവേപ്പില അതുപോലെ വറ്റൽമുളകൊക്കെ അഡീഷണലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കടുകിട്ട് വറവിട്ടാൽ തന്നെ സാമ്പാർ നല്ല സൂപ്പറായിരിക്കും. സാമ്പാർ ഉണ്ടാക്കിയത് റെഡി ആണെങ്കിൽ. അപ്പോൾ എന്തായാലും സാമ്പാർ വെള്ളം പോലെ ഇരിക്കണമെന്ന് നോക്കണ്ട കേട്ടോ, കുറച്ച് കഴിഞ്ഞാൽ കുറുവേ. അപ്പോൾ അതാ സംഭവം സാമ്പാറിൽ ഞാൻ വറവും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈസി അടിപൊളി ടേസ്റ്റി സാമ്പാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ സാമ്പാറിൻ്റെ പരിപാടിയും ഏകദേശം തീരുമാനമായി. പിന്നെ വീട്ടമ്മമാരൊക്കെ ചെയ്യുന്ന ഒരു കലാപരിപാടിയാണ്, നമ്മൾ താളിച്ച പാത്രത്തിലെല്ലാം കുറച്ച് കറി അതിൽ കൊഴിച്ചിട്ട് അതിൽ നിന്ന് ചുവറ്റിയിട്ട് ഇതിൽ കൊഴിക്കുക. അതൊക്കെ നമ്മളും ചെയ്യുന്നതുണ്ട്. അപ്പോൾ ഇതാ ഉച്ചക്കത്തേക്കുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് രാത്രിക്കലത്തേക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ മറക്കാതെ കാണണം പ്ലീസ്. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുൾ ചിക്കൻ റെസിപ്പിയാണ്. നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് നേരം തിരിച്ചും മറിച്ചിടാൻ ആ ഒരു ടൈം കുറച്ച് നമുക്ക് പാടായിട്ട് തോന്നുള്ളൂ. ബാക്കി തിന്നാൻ ഒരു രക്ഷയില്ല മക്കളെ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ആ വീഡിയോ നിങ്ങൾ എന്തായാലും ഒന്ന് പോയി കണ്ടോക്കണം. ഒരു വട്ടെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ റെസിപ്പി തന്നെയാണ്. പക്ഷേ സംഭവം ഞാൻ എൻ്റെതായ കുറച്ച് കലാവിരുദ്ധകളൊക്കെ കൂട്ടിച്ചേർത്തുണ്ടാക്കിയിട്ടുള്ളൊരു സൂപ്പർ അടിപൊളി ഡെലീഷ്യസ് റെസിപ്പിയാണ്. കാണാത്തവർ എന്തായാലും കണ്ടുനോക്കിയിട്ട് സംഭവം അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെന്താ ബെല്ലൈക്കൺ ഞെക്കി പൊട്ടിക്കുക. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സി യു.